അല്ല, പോലീസ് കാണിച്ചത് ശരിയായില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, ഇവരെ ആരെങ്കിലും സമാനമായ ഒരു അവസ്ഥയിൽ പെട്ടുപോയാൽ, നമ്മുടെ മുമ്പിൽ വന്ന് പെട്ടുപോയാൽ നമ്മൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? നമ്മളുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളെ ഇത്തരത്തിലൊരു അയൽവാസിയായ യുവാവ് ഇത്തരത്തിൽ നമ്മുടെ മുമ്പിൽ വെച്ച് ആക്രമിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ എങ്ങനെയാണ് പ്രതിരോധിക്കുക? അതേ ആ അച്ഛനും ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആ അച്ഛൻ ചെയ്തത് ശരിയാണ്. ആ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നമുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. അച്ഛൻ സ്വന്തം മകളെ രക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആക്രമിച്ച യുവാവിൻ്റെ കാല് തല്ലി ഒടിച്ചത് എന്നുള്ളത് തന്നെയാണ് എൻ്റെ. അവിടെ അക്കാര്യത്തിൽ പോലീസ് കുറച്ച് കടന്നുപോയി. പോലീസ് കുറച്ചുകൂടി കൃത്യനിർവഹണത്തിൽ ഏതാണ്ട് നീതി നടപ്പാക്കാൻ എന്നവണ്ണമാണ് ഈ പറയുന്ന അച്ഛനെ അറസ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കോടതി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പോലീസിന് മേൽ കടുത്ത വിമർശനം ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഇക്കാര്യത്തിൽ പോലീസിന്റെ നടപടി ശരിയായില്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എസ് വിജയകുമാർ, ഒരച്ഛൻ ഈ ഒരു സാഹചര്യത്തിൽ പെട്ടാൽ ചെയ്യുന്നതല്ലേ ആ അച്ഛനും ചെയ്തിട്ടുള്ളൂ? ആ പിതാവിന്റെ സ്വാഭാവിക പ്രതികരണം മാത്രമാണത്. അങ്ങനെ പ്രതികരിക്കുക എന്നത് ആ സമയത്ത് ഏത് പിതാവും അത് തന്നെയായിരിക്കും ചെയ്യുക. അതേ അദ്ദേഹവും ചെയ്തിട്ടുള്ളൂ. അതിന്റെ പശ്ചാത്തലം, അതിന്റെ ബാക്കി കാര്യങ്ങൾ പരിശോധിക്കാതെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡ് ചെയ്യുന്നു. പോലീസിന്റെ ഭാഗത്ത് പറ്റിയ ഗുരുതരമായ പിഴവ് അതാണ്. രണ്ടാമത് വീണ്ടും ഈ കേസിന്റെ അന്വേഷണം നടക്കുന്നു. ആ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു. ഇത് കാര്യങ്ങൾ മാറി മറിയുന്നു. അപ്പോഴും ആ കേസ് അങ്ങനെ നിലനിൽക്കുകയാണ്. യഥാർത്ഥ പ്രതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അയാളെ ഇനിയും കസ്റ്റഡിയിൽ എടുക്കും. പോക്സോ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യും. അതൊക്കെ ശരി തന്നെ. പക്ഷെ അപ്പോഴും ആദ്യം ചെയ്ത തെറ്റ് പോലീസ് അടിയന്തരമായി തിരുത്തണം. ആ പിതാവിനെ ഏതെങ്കിലും തരത്തിൽ ഒരു ക്രൈം ചെയ്തിട്ടല്ല ഇപ്പോൾ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എന്നത് പകൽ പോലെ വ്യക്തമാണ്. അതിലെ മറ്റ് സാങ്കേതികത്വമൊക്കെ ഒഴിവാക്കി അദ്ദേഹത്തെ മോചിപ്പിക്കുകയും യഥാർത്ഥ കുറ്റവാളിയെ കസ്റ്റഡിയിലെടുത്ത് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ചെയ്യുക എന്ന് അടിയന്തരമായി പോലീസ് ചെയ്യേണ്ട കാര്യം. സുജിയ, ഈ കുട്ടി വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ആ കുഞ്ഞ് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പോഴാണ് ഈ അയൽവാസിയായിട്ടുള്ള 40-കാരൻ ഇയാൾ കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് പോകുന്നു, അതിനെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. മറ്റൊരാൾ ഈ കുഞ്ഞിനെ അയൽവാസി കൂട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട് ഈ അച്ഛനെ വിവരം അറിയിച്ച് അവിടേക്ക് ഓടിയെത്തിയ അച്ഛൻ എങ്ങനെയാണ് പിന്നെ പ്രതികരിക്കേണ്ടത് എന്ന ചോദ്യം അവിടെ ഇല്ലേ? കാരണം ഇങ്ങനെ ഇയാൾ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാണുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരക്കഷ്ണമാണ്, അല്ലാതെ നേരത്തെ ആയുധം എടുത്ത് കരുതിക്കൂട്ടി വന്ന് ആക്രമിച്ചതൊന്നുമല്ല. അങ്ങനെ ആക്രമിക്കുമ്പോൾ അയാളുടെ കാല് തല്ലിയൊടിച്ചു. സത്യമാണ്, കാല് തല്ലിയൊടിച്ചു. കൊന്നില്ലല്ലോ, കാല് തല്ലിയൊടിക്കുകയല്ലേ ചെയ്തുള്ളൂ എന്നാണ് എനിക്കത് കേട്ടപ്പോൾ തോന്നിയത്. എന്തായാലും അയാളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചിട്ടില്ല, മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ഈ ആളെ മറ്റേ കുട്ടിയുടെ അച്ഛൻ ആക്രമിച്ചതാണ് എന്നത് കേട്ടത് പാതി കേൾക്കാത്ത പാതി ഈ അച്ഛനെതിരെ കേസെടുക്കുകയാണ്. ഈ മറ്റേ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതേയില്ല പോലീസ്. സത്യാവസ്ഥ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അറസ്റ്റ് ചെയ്യുന്നു, റിമാൻഡിൽ വിടുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. എന്തായാലും ചൈൽഡ് ലൈൻ പ്രവർത്തകരും പോലീസും ഒക്കെ ചേർന്ന് ഈ കുഞ്ഞിനെ കൗൺസിലിംഗിന് വിധേയമാക്കിയത് കൊണ്ട് മാത്രം ആ അച്ഛന് ഇപ്പോൾ നീതി കിട്ടുന്ന സാഹചര്യത്തിലേക്ക് കോടതിയുടെ മുന്നിൽ കാര്യങ്ങൾ എത്തി എന്ന് മാത്രം. വിജയകുമാർ, പ്രധാനപ്പെട്ട ചോദ്യവും അത് തന്നെയാണ്. യഥാർത്ഥ പശ്ചാത്തലം അന്വേഷിക്കാതെ കുട്ടിയുടെ പിതാവിനെ ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്ത നടപടിയിൽ ആറ്റിങ്ങൽ മജിസ്ട്രേറ്റ് കോടതി രൂക്ഷമായി പോലീസിനെ വിമർശിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി വേണ്ടേ എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട ചോദ്യം. സ്വന്തം മകളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവനെതിരെ വൈകാരികമായി പ്രതികരിച്ച ഒരു അച്ഛനെ എന്തിനാണ് നമ്മുടെ സിസ്റ്റം ജയിലിൽ അടച്ചത്?